ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പരിപാടി പാചകം, തോരൻ വയ്ക്കണം, സാമ്പാർ വയ്ക്കണം, പിന്നെ ചമ്മന്തി അരിയണം, പിന്നെ എന്തേലും ഇത് ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നത് വിഴുക്ക് വരക്കണം. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 7. അടിപൊളി. എന്റെ കൊച്ചിന് എന്തൊക്കെ ബുദ്ധിമുട്ടെന്നാ പറഞ്ഞേ? നടുവേദനയുണ്ട്, പിന്നെ സ്റ്റിച്ചിന്റെ പെയിൻ ഉണ്ട്, പിന്നെ വയറ് ഇടയ്ക്കിടയ്ക്ക് ക്രാംസ് വരുന്നുണ്ട്. പിന്നെ ആര് പറഞ്ഞു പാചകം ചെയ്യാൻ? ആര് പറഞ്ഞു പാചകം ചെയ്യാൻ കേറാൻ? ഇച്ചുവിന് വർക്ക് ചെയ്യാൻ കയറണ്ടേ, അത് ശരി. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന മതി. എനിക്ക് വിശേഷമൊന്നും പറഞ്ഞേ എനിക്ക് ഇറക്കും കിടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. നമ്മളെയൊക്കെ ഇതേ വെള്ളത്തിൽ തുഴയുന്ന ആരെങ്കിലും ഒക്കെ കാണൂലേ? അവര് വീഡിയോ കാണുമ്പോ അവർക്ക് തോന്നട്ട് ഒറ്റയ്ക്കും എല്ലാം പറ്റുമല്ലേ ഇത് തോന്നട്ട്. അതിരിക്കട്ടെ, എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ പൊതുവിൽ ആൾക്കാർ പറയല്ലോ, ആണുങ്ങളെ കൊണ്ടൊന്നും പെണ്ണുങ്ങളെ ഡെലിവറി കഴിഞ്ഞിട്ട് ചൂട് പിടിക്കാൻ പറ്റൂല, അത് പറ്റൂല, ഇത് പറ്റൂല. എന്തായി? കിച്ചണല്ലേ നോക്കിയത്. ഇപ്പൊ ആര് ചൂട് പിടിച്ചു വരുന്നത്? ചുമ്മാ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. പൊതുവിലുള്ളൊരു കാര്യമാണ്. നമ്മള് ഫ്രാങ്ക് ആയിട്ട് പറയുന്നതാണ്, അതിലൊന്നും ഷൈ ആയിട്ട് തോന്നേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളെ ഹസ്ബൻഡ് വിചാരിച്ചിട്ടാണ് നമ്മളൊരു കൊച്ചുണ്ടാകുന്നത്. അപ്പം അതേ ഹസ്ബൻഡിന് കൊച്ചിനെ ഉണ്ടാക്കി തരാൻ മാത്രമല്ല ആഫ്റ്റർ കെയറിങ്ങും പറ്റും ഇല്ലേ? പറ്റും. അത് പറഞ്ഞൊരു ഇതാക്കി മാറ്റിയൊക്കെയാണ് എല്ലാരും. ഇനി അഥവാ ഇതാണെങ്കിൽ ഏതെങ്കിലും ഹസ്ബൻഡുമാര് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിന്റെ അവിടെ നിന്ന് ആരെങ്കിലും വന്നേക്കാൻ പറയാം, ഇവിടെ നിന്ന് ആരെങ്കിലും വന്നേക്കാൻ എന്നുണ്ടെങ്കിൽ ആ ഹസ്ബൻഡുമാരെ അറിയാൻ വേണ്ടി പറയാം. നമ്മള് ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും, കുഞ്ഞിന്റെ ആയാലും ശരി അമ്മയുടെ ആയാലും ശരി, ആഫ്റ്റർ കെയറിങ്ങിലും ചൂട് പിടിക്കാൻ എന്തുകൊണ്ട് പറ്റൂല? പറ്റും, സുഖമായിട്ട് പറ്റും. എല്ലാ കാര്യങ്ങളും ആണുങ്ങളെ കൊണ്ടും പറ്റും. ഈ ആണുങ്ങളെ കൊണ്ട് പറ്റൂല എന്നുള്ളത് വെറും ഒരു മിഥ്യാധാരണ മാത്രമാണ്, തെറ്റിദ്ധാരണ മാത്രമാണ്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ലൈഫാണ്, നമ്മൾ സർവൈവ് ചെയ്തേ പറ്റും. അന്നേരം നമുക്ക് അയ്യോ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫാണ്. നമ്മുടെ ലൈഫിൽ നമ്മളെ എക്സ്പെക്ട് ചെയ്തു കൊണ്ടുവരുന്ന നമ്മുടെ ബേബി കാണും, നമ്മുടെ ഹസ്ബൻഡ് കാണും. അപ്പം നമ്മളെ കൊണ്ട് എന്തും പറ്റും, എന്നുള്ള ചിന്തയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തും പറ്റും. ആ ഒരു കോൺഫിഡൻസ് ആണ് ലൈഫിനെ എപ്പോഴും ലീഡ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, വേറൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ബാക്കി ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുടനെ വരും. അപ്പൊ ബൈ. നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണല്ലേ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് എനിക്കറിയാം. അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ബേബിയും എൻ്റെ ഹസ്ബൻഡും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു.
ഡെലിവറിയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പോയി കാണുക. ഈ വീഡിയോയുടെ താഴെ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണുക. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇപ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് 24 ദിവസമായി. അപ്പോൾ ഡിലേ ആയതില് ഉള്ള റീസൺ കാര്യങ്ങളൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഡെലിവറിയുടെ സ്റ്റോറിയിലോട്ട് പോവാം. ഡെലിവറിയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയില് ഞങ്ങള് ഹോസ്പിറ്റലില് ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം പിന്നീട് അവിടെ പോയി അഡ്മിറ്റ് ആവുന്ന, അതായത് ഇവിടുന്ന് പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ ലേബർ റൂമിൽ എന്നെ കയറ്റിയെന്നും പിന്നെ സർവിക്സ് ഡയലേറ്റ് ആയിട്ടുണ്ടോന്ന് നോക്കിയെന്നും, അപ്പോൾ സർവിക്സ് അത്രയും ഡയലേറ്റ് ആയിട്ടില്ല. സോ റൂമിലോട്ട് തിരിച്ചു വിട്ടു. അന്ന് ഡെലിവറി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് പാർട്ടില് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി ഡെലിവറി, അതാണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്ലഷറബിൾ മൊമെന്റ്, എന്റെ ലൈഫിലെ ഒരു വലിയ, ഞാൻ ഒട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്ന എന്റെ ഡെലിവറി ഡേ. 18-ാം തീയതിയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആ വീഡിയോയിലുണ്ട്. അപ്പൊ അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഞങ്ങള് മുൻപ് ചെയ്തിരുന്ന ഫസ്റ്റ് പാർട്ട് വീഡിയോയില് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയത് 19-ാം തീയതി അങ്ങനെ എന്തോ ആണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അത് ആ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ കൂട്ടത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. 18-ാം തീയതിയാണ് ഞങ്ങള് ഇവിടുന്ന് പെയിൻ വന്നിട്ട് പോയത്. പിന്നീട് 18-ാം തീയതി നൈറ്റ് കാര്യങ്ങൾ അതെല്ലാം വീഡിയോയിലുണ്ട്. ദെൻ 19-ാം തീയതി മോർണിംഗ് റാൻഡം ചെക്കപ്പ്, അതായത് ബേബിയുടെ മൂവ്മെന്റ്, ഫീറ്റൽ മൂവ്മെന്റ് അനലൈസ് ചെയ്യാനായിട്ട് അവർ വിളിക്കും. അപ്പോ ഫീറ്റൽ മൂവ്മെന്റ് നോക്കാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഫീറ്റൽ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കി. അന്നേരം ഓക്കെ ആയിരുന്നു, നോർമൽ ആയിരുന്നു, വേറെ സീനൊന്നുമില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഏകദേശം രാവിലെ ഒരു 10 മണി 11 മണി ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങളുടെ റൂം നഴ്സിംഗ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോ ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ബേബിയുടെ മൂവ്മെന്റ് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. സാധാരണ കുഞ്ഞിന്റെ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ അന്നത്തെ ദിവസം എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ബേബിയുടെ മൂവ്മെന്റ് എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. സ്വയം ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അയ്യോ എനിക്കിനി എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, ടെൻഷനാണോ, എന്താണ് ഏതാണ്, ഇനി ഫുഡിന്റെ എന്തെങ്കിലും. അപ്പൊ അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചു പോയി. അപ്പോ അവര് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും എന്നെ ഒന്നും കൂടി അവര് ചോദിച്ചു, രേവതി ഇത്രയും നേരമായിട്ട് എന്താ ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വന്ന് പറയാൻ എന്താ? അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല, രാവിലെ 1-2 തവണ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഓൾറെഡി അവര് കുറെ തിരക്കിന്റെ കാര്യങ്ങളിലൊക്കെ ഇരിക്കുമല്ലേ. പിന്നെ ബേബി ആ ദിവസം എന്റെ ഈ റൈറ്റ് സൈഡിൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞെന്താ ഇങ്ങനെ ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ, അല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടും ബഹളവും കാര്യമൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും വലിയൊരു ബേസിക് ഫാക്ടറാണ് നമുക്ക് ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനും അത് എഫക്ട് ചെയ്യും. കുഞ്ഞും അപ്പൊ അത്രയും ക്ഷീണമായിട്ട് കിടക്കും. അപ്പൊ അന്ന് പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് ബേബിയുടെ മൂവ്മെന്റ് നോക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് വലുതായിട്ട് മൂവ്മെന്റ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അതേ അനലൈസ് ചെയ്യുന്ന മോണിറ്ററിൽ മൂവ്മെന്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി, അയ്യോ ഇതെന്താ ഇങ്ങനെ, എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ഇതിൽ കാണിക്കണുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഓൾറെഡി ഞാൻ സ്ട്രെസ്സിന്റെയും കൂടെ ആളാണ്. പിന്നെ ഓവർ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങി, ഇത് എന്താ ഇങ്ങനെ. പിന്നീട് ഡോക്ടറിനെ കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഞാൻ ഒന്ന് PV ചെയ്ത് നോക്കാം. PV ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് വേറെ സീനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല രേവതി, ടെൻഷൻ ആവണ്ട. എന്തായാലും ഫീറ്റൽ മൂവ്മെന്റ് വലുതായിട്ട് ഫീൽ ചെയ്യാത്ത സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടി ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു കിടന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക്
എന്തോ വലുതായിട്ട് ഫീറ്റൽ മൂവ്മെന്റ് അറിയുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായോ ഇതെന്താ ഇങ്ങനെ. അപ്പൊ എന്റെ അടുത്ത് നഴ്സ് വന്ന് പറയുന്നുണ്ട്, ഇപ്പൊ ബേബി ആണെങ്കിലോ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പെയിനും വരുന്നുണ്ട്, എനിക്ക് പെയിനും വരുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ചു പെയിൻ വരുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു പെയിൻ വരുന്നുണ്ട്, പക്ഷേ ബേബിയുടെ മൂവ്മെന്റ് ആണ് എനിക്ക് അന്നേരം ഇമ്പോർട്ടന്റ്. സോ ഞാൻ പെയിന്റെ കാര്യം ഞാൻ കൂടുതൽ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഞാൻ പറഞ്ഞേ സിസ്റ്ററെ ഒരു കാര്യം ചെയ്യാം. അപ്പൊ അതിന്റെ അകത്ത് ഡ്യൂട്ടി ഡോക്ടറും ഉണ്ട്. ലേബർ റൂമിലാണ് നമ്മൾ ഇതിനു വേണ്ടി കിടത്തിയിരിക്കുന്നത്. ഈ ഫീറ്റൽ മൂവ്മെന്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി ലേബർ റൂമിലാണ് കിടത്തിയിരുന്നത്. അപ്പോഴത്തേന് ഡ്യൂട്ടി ഡോക്ടറിന്റെ അടുത്ത് ഒക്കെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് ആരുടെയെങ്കിലും ഫോൺ ഒന്ന് താ, കുഞ്ഞിന്റെ മൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനൊരു പാട്ടുകാരിയാണ്. സോ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോൺ കിട്ടിയാൽ മതി. അപ്പൊ അവര് പറഞ്ഞു ഇതിന്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല രേവതി, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഫോൺ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഫോൺ തന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പാട്ടുകൾ ഇടണം, പാട്ടുകളിട്ട് വാവ അത് കേൾക്കുമ്പോഴത്തേക്ക് വാവ അനങ്ങും. അപ്പോഴത്തേക്ക് അവരെന്താ വേൽമുരുക, അതൊക്കെ നല്ല സോങ്ങാണ്. അപ്പൊ അതൊക്കെ ഇട്ടും വലിയ അനക്കൊന്നും ഇല്ല ആള്. അങ്ങനെ നമ്മൾ ഈ ജനറേഷൻ അല്ലേ. അപ്പൊ നേരെ ഞാൻ പുഷ്പയിലെ പാട്ടം കിട്ടും, പീലിങ്സ് സോങ് വെച്ചു. കുഞ്ഞ് പീലിങ്സ് ഉണ്ട്, ആറാടുകയായിരുന്നു. അപ്പൊ അവന് നന്നായിട്ട് അവിടെ ചവിട്ടുന്നുണ്ടായിരുന്നു. ഏകദേശം 20 മിനിറ്റില് ഏകദേശം 10-40 തവണ അവൻ ചവിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ അനങ്ങുന്നുണ്ട്. അപ്പൊ ഇത് അനങ്ങുന്ന അനുസരിച്ച് നമ്മൾ അവിടെ അവരൊരു സാധനം തന്നിരിക്കും, അത് പ്രസ് ചെയ്യണം. അപ്പോഴേക്ക് ഡോക്ടർ എന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഡോക്ടറിന്റെ അടുത്ത് ഇനി പോയി പറയാലോ, എനിക്ക് റൂമിൽ പോകണം, എനിക്ക് ചേട്ടൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞത്. വന്നെ നീ വെയിറ്റ് ചെയ്യും, നീ ചേട്ടനെ കണ്ടിട്ടല്ലേ വന്നെ, നിന്റെ ചേട്ടൻ ഗൾഫിലൊന്നും അല്ലല്ലോ, നീ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഡോക്ടറിന്റെ അടുത്ത് പോയി പറഞ്ഞു അവര്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. എനിക്ക് PV ചെയ്തിട്ട് എനിക്ക് ബേബിയുടെ ഫീറ്റൽ മൂവ്മെന്റ് നോക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് റൂമിന്റെ അകത്തുണ്ട്, ഡോക്ടറിന്റെ കൂടെ റൂമിന്റെ അകത്തുണ്ട്. അപ്പൊ ഡോക്ടർ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് നാളെ, അതായത് 20-ാം തീയതി മോർണിംഗില് വെളുപ്പിന് 5 മണിക്ക് നമുക്ക് ലേബർ പെയിൻ അത് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് ചെയ്യാം, ലേബറിനെ നോക്കാം, ലേബറിന് നോർമൽ ഡെലിവറിക്ക് നോക്കാം. അവള് സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സെക്ഷനിലോട്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും ഞാൻ അറിയണില്ല. എന്റെ അടുത്ത് ചേട്ടൻ അന്നേരം ആദ്യം പറഞ്ഞൊന്നുമില്ല. പിന്നീട് എന്റെ അടുത്ത് ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് നാളെ ഡെലിവറി വേണ്ട. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് നാളെ ഡെലിവറി വേണ്ട, ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല, ഞാൻ ഫിസിക്കലി പ്രിപ്പയർഡ് അല്ല. പക്ഷെ ഡോക്ടേഴ്സ് എന്താ നോക്കുന്നേ, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ ബോഡി കണ്ടീഷൻ, പിന്നെ ബേബിയുടെ കണ്ടീഷൻ, ബേബിയുടെ പൊസിഷൻ. അപ്പൊ അതെല്ലാം അതാണ് മെയിൻ ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അല്ല നമുക്ക് നാളെ പറ്റൂല അല്ലെങ്കിൽ ഇത്രാം തീയതി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാലൊന്നും അതിലൊന്നും കാര്യമില്ല. അപ്പൊ ഞങ്ങള് റൂമിലോട്ട് പോയി. അപ്പൊ റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നാളെ ഇനിയിപ്പം വെളുപ്പിനെ ഞാൻ ഏറ്റവും കൂടുതൽ മെയിൻ ചിന്തിക്കുന്നത്, ചേട്ടാ ഞാൻ 5 മണിക്ക് ഉറക്കം പോലും എണീക്കത്തില്ല, ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോരെ, ഫുഡ് കഴിച്ചിട്ട് ഞാൻ നല്ലൊരു ഫുഡിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് പോരെ ചേട്ടാ. അപ്പൊ പറഞ്ഞു ആദ്യം നമ്മുടെ കുഞ്ഞിനെ കിട്ടണം. അപ്പൊ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ പെട്ടെന്ന് മൈൻഡൊക്കെ അങ്ങ് ഇതായിപ്പോയി, ഓവർ തിങ്ക് ആയിപ്പോയി, സ്ട്രെസ് ആയിപ്പോയി. ദെൻ റൂമിൽ ചെന്നിരുന്നിട്ട് നമ്മൾ കഥ ആസ് യൂഷ്വൽ നമ്മൾ കഥ പറയാൻ തുടങ്ങി. നമ്മൾ പിന്നെ നേരത്തെ ഉറങ്ങുന്ന ജാതിയല്ല നമ്മൾ രണ്ടും. സോ നമ്മൾ റൂമിൽ ചെന്നിട്ട് കഥ പറയാൻ തുടങ്ങി, ഫോണില് റീൽസ് കാണുന്നു, പിന്നെ പാട്ടുകൾ കേൾക്കുന്നു, പിന്നെ ഡെലിവറിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുന്നു, അകത്ത് ലേബർ റൂമിലുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഏകദേശം ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്ക് കുളിക്കാനായിട്ട് കയറി. അന്നേരം ചേട്ടനാണ് കുളിപ്പിച്ച് തരുന്നത്. ഞാൻ ഈ പ്രഗ്നൻസി ജേണിയില് ഞാൻ എടുത്തു പറയാം, എന്റെ പ്രഗ്നൻസി ജേണിയില് എല്ലാ ദിവസവും ചേട്ടനാണ് എന്നെ കുളിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു ബാത്റൂമിൽ ഒരു സ്റ്റൂളിൽ ഇരുത്തിയിട്ട് എന്നെ ചേട്ടനാണ് കുളിപ്പിച്ച് തന്നിട്ടുള്ള കാര്യം. അതൊരു റിലാക്സേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ബക്കറ്റിൽ നിന്ന് കുനിഞ്ഞ് വെള്ളം കോരിയെടുത്ത് കുളിക്കാനായിട്ട് പാടായിരിക്കൂലേ.
അപ്പോ അതൊക്കെ ഓർത്തിട്ട് ചേട്ടൻ തന്നെ എന്നെ കുളിപ്പിച്ചു തന്നു. അതെനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. കാര്യം എല്ലാ പാർട്ട്നേഴ്സും അങ്ങനെ ചെയ്യൂല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്കതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ എനിവേ എന്തൊരു ഷോ ആണ് നമ്മള് വീഡിയോ, എന്തോന്ന് ഷോ നിർത്ത്. അപ്പൊ അന്ന് ഇതെനിക്ക് ചേട്ടൻ കുളിപ്പിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊന്ന് ചേട്ടാ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഡീപ്പായിട്ട് എന്നെ കുളിപ്പിച്ചിരുന്ന, എനിക്ക് ഷാമ്പൂ ഒക്കെ ഇട്ടിരുന്നു. ഏകദേശം 10 മണിയായി, 10:30 മണിയായിരുന്നു തോന്നുന്നു, കറക്റ്റ് 10:30. അപ്പൊ ഞാൻ ചേട്ടാ എനിക്ക് തലയൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് തരും, അങ്ങനെ ചെയ്തരും ഇങ്ങനെ ചെയ്തരും. അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ട് പെട്ടെന്ന് കുളിച്ചു കയറാൻ നോക്കും. പിന്നെ നമ്മള് അത്യാവശ്യം വിസ്തരിച്ച് അത്യാവശ്യം പെട്ടെന്ന് കുളിച്ച് കയറി. അപ്പൊ കുളിച്ച് കയറാറായപ്പോ എനിക്ക് ഒരു നടുകഴപ്പങ്ങ് വന്നു, പിന്നെ വയറൊരു കഴപ്പ് പോലെ വന്നു. പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. മെയിനായിട്ട് എനിക്ക് ശരീരത്തിന് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ കരുതി ഇനി നാളെ ഡെലിവറിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അത് ആലോചിച്ചിട്ട് ഇപ്പോഴേ എന്റെ ശരീരം ബോധക്ഷയത്തിലോട്ടൊക്കെ പോകുന്നതാണോ എന്ന് കരുതി. പക്ഷെ അല്ല, ആക്ച്വലി അത് എന്റെ ഡെലിവറിയുടെ ഒരു ഇൻഡിക്കേഷൻ ആയിരുന്നു. സോ ഞാന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഇരുന്നു. അപ്പോ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ യൂറിനെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉള്ളിൽ നിന്ന് വജനയുടെ ഭാഗത്തുനിന്ന് ഒരു ബ്ലീഡിങ് പോലെ, അതായത് മ്യൂക്കസ് ഡിസ്ചാർജ് പോലെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോ എന്തോ എന്റെ കയ്യിൽ തട്ടുന്നു. അപ്പൊ ഞാൻ ഇച്ച എന്റെ കയ്യിൽ എന്തോ തട്ടുന്നൊന്ന് നോക്കിച്ച. അപ്പൊ എനിക്കാണെങ്കിൽ താഴോട്ട് നോക്കി അപ്പോഴേ ഞാൻ ബോധക്ഷയം വരും. അപ്പം ഇച്ച നോക്കി, അപ്പൊ ഇച്ച നോക്കിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ കുഴപ്പമില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇച്ചൻ പറയുമല്ലോ, കുഴപ്പമില്ല എന്നും പറഞ്ഞൊക്കെ ഞാനിങ്ങനെ ഇരുന്നു. അപ്പൊ അവിടെ എനിക്ക് സംഭവിച്ച, എനിക്ക് വെള്ളം പൊട്ടി പോയതായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞില്ല വെള്ളം പൊട്ടി പോയതാണെന്നുള്ള സംഭവം, ഒന്നും പറഞ്ഞില്ല. എനിക്കിങ്ങനെ ആ ഒരു ബ്ലീഡിങ്, ആ ഒരു ബ്ലഡി ഡിസ്ചാർജും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് വൈറ്റ് കളറിൽ ഒരു ക്രീം യെല്ലോ അല്ലേ ഏട്ടാ, ഒരു ക്രീം യെല്ലോ കളറില് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊട്ടി അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോ ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴേ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ദൈവമേ എനിക്ക് വെള്ളം കുത്തി പൊട്ടിക്കല്ലേ. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവല്ലേ, വെള്ളമൊക്കെ കുത്തി പൊട്ടിച്ചു, അങ്ങനെ പൊട്ടിച്ചു ഇങ്ങനെ പൊട്ടിച്ചു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴേ അയ്യോ ഇതൊക്കെ എങ്ങനെയാ, വേദനിക്കൂലേ. എന്തായാലും നമുക്ക് ഡെലിവറി നമുക്ക് പെയിൻഫുൾ ആണ്. അതിപ്പം പെയിൻഫുൾ മൊമെന്റ് ആണ്, പക്ഷെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പി മൊമെന്റ് ആണ്. അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ പോയിട്ട് ഞാന് പേടിച്ച് കീറി വിളിക്കുമെന്ന് വെച്ചിട്ടാണ് ഇച്ച എന്റെ അടുത്ത് ധൈര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്കിനി നമുക്ക് PV ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്ലീഡിങ് മേ ബി ഉണ്ടാവും. അപ്പൊ ഞാൻ കരുതി PV ചെയ്തത് കൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ എനിക്കിതങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വയറങ്ങോട്ടൊരു കഴപ്പങ്ങ് ഇങ്ങനെ വന്ന് വരുന്നു പോകുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി സംതിങ് റോങ്, ഇത് എനിക്ക് ഡെലിവറിയിലോട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ എനിക്ക് സംഭവം കയ്യിൽ വിട്ടുപോയി, അല്ലെങ്കിൽ ഡെലിവറി ഉടനെ ഉണ്ടാവും, ഫ്യൂ അവേഴ്സിനുള്ളിൽ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് അങ്ങ് പോയി. ദെൻ പെട്ടെന്ന് കുളിച്ചിറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എനിക്ക് പെയിനൊക്കെ ഞാൻ അയ്യോ ഇച്ച എനിക്ക് തോത്താൻ പറ്റുന്നില്ല, ഡ്രസ്സ് ഇടാൻ വേണ്ട. ഞാൻ ഇങ്ങനെ അയ്യോ എനിക്ക് വയ്യ ചേട്ടാ, എനിക്ക് ഉടുപ്പിട്ട ഇതിട്ട. അപ്പൊ ചേട്ടൻ ഭയങ്കര ധൈര്യവാനായിട്ട് നിൽക്കും. ആളെനിക്ക് ഡ്രസ്സും എല്ലാം ചേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ട് തൊട്ടടുത്താണ് നഴ്സിംഗ് സ്റ്റേഷൻ. സോ നഴ്സിംഗ് സ്റ്റേഷനിൽ അപ്പോഴേ ചേട്ടൻ അറിയിച്ചിട്ട് പറഞ്ഞ്, സിസ്റ്ററെ രേവതിക്ക് ഇങ്ങനെ പെയിൻ ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഒരു മ്യൂക്കസ് ഡിസ്ചാർജ് പോലെ, അവർക്ക് ഇങ്ങനെ ബ്ലഡോട് കൂടി ഒരു ഇത് ഇങ്ങനെ പോയി, അവർക്ക് ഭയങ്കര വയറ് കഴപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു, രേവതി നീ ഓക്കെ ആണോ, കംഫർട്ട് ആണോ? അപ്പൊ ഞാൻ അയ്യോ ഇല്ല എനിക്ക് ലേബർ റൂം പോകണം, അയ്യോ എനിക്ക് വരാനില്ലേ ഡോക്ടറിന്റെ കാരണം അയ്യോ എന്ന് പറഞ്ഞാൽ വിളിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് ഡെലിവറി ഇൻഡിക്കേഷൻ ആണെന്ന് അവർക്ക് മനസ്സിലായപ്പോഴത്തേക്ക് ഏറ്റവും മുകളിലത്തെ നില അവിടുന്ന് പാസ് ചെയ്ത് എയറിലൊക്കെ കൂടെ സർക്കുലേറ്റ് ചെയ്ത് കോളുകൾ പോകുന്നുണ്ടായിരുന്നു. സിസ്റ്റർ എയർ കൂടെയൊക്കെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് കോള് പോകുന്നു, ഇങ്ങോട്ട് കോള് പോകുന്നു, എല്ലാ ഡിപ്പാർട്ട്മെന്റിലോട്ടും. കാര്യം ഡെലിവറി എന്ന് പറയുമ്പോ അറിയാലോ, അത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിന് നമുക്ക് ലേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല.
അപ്പൊ പെട്ടെന്ന് തന്നെ കോളുകൾ അങ്ങോട്ട് പാസ്സാവുന്നു ഇങ്ങോട്ട് പാസ്സാവുന്നു. ഇപ്പൊ ബാക്കി എല്ലാവരും അന്ന് ഉറക്കമാണ്. ഡെലിവറി ഉണ്ടാകും എന്നുള്ള കാര്യം ഡോക്ടർ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നത് നിഖിലെ നമുക്ക് അവള് നോർമൽ ഡെലിവറിക്ക് നോക്കാം, അവള് കോപ്പറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സിസേറിയനിലോട്ട് പോവാം. അപ്പോ സി സെക്ഷൻ എന്ന് പറയുമ്പോഴേ എനിക്ക് മനസ്സിലായി വേണ്ട, സി സെക്ഷൻ വേണ്ട എന്ന് ഡെലിവറിക്ക് മുന്നേ ഞാനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ഇനി സി സെക്ഷൻ വേണ്ട, നോർമൽ ഡെലിവറിയാണ് ആഗ്രഹം. പൊതുവിൽ എല്ലാവർക്കും നോർമൽ ഡെലിവറി ആയിരിക്കുമല്ലോ ആഗ്രഹം. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് ദൈവം ഒരു അത്ഭുതം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ദൈവം ഒരു അത്ഭുതം ഇതാക്കി തന്നു എന്ന് പറയുന്നതാണ്. പെട്ടെന്ന് അങ്ങ് ലേബർ പെയിൻ വന്നു. അപ്പൊ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട്. അപ്പൊ താഴോട്ട് പെട്ടെന്ന് കൊണ്ട് അപ്പോഴേ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, രേവതി ഇവിടെ അടുത്തെല്ലാം റൂമില് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, നാളെയും മറ്റന്നാളും ഒക്കെ ഡേറ്റ് എടുത്തിട്ടിരിക്കുന്നവരുണ്ട്, രേവതി വിളിച്ച് എല്ലാരെയും ഉണർത്തരുത് എന്നാണ്. അപ്പൊ ഞാന് വിളിച്ച് പോവായിരുന്നു. അപ്പൊ പെട്ടെന്ന് താഴോട്ട് എത്തിച്ചപ്പോഴത്തേക്ക് പിന്നെ എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടായിരുന്നു. പക്ഷെ ചേട്ടനെ അകത്തോട്ട് കയറ്റില്ല കേട്ടോ, ഡെലിവറി ടൈമില് അകത്തോട്ട് കയറ്റൂല. എല്ലാ ഹോസ്പിറ്റലിലും അത് അലൗഡ് അല്ലല്ലോ. അപ്പൊ എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ പറയുന്നത് അങ്ങനെ ഡെലിവറിക്ക് കയറ്റുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അവന് പ്രത്യേകിച്ച് ക്ലാസ് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ പെറ്റ് കഴിയും. അപ്പോഴത്തേക്ക് പക്ഷെ എത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ഒപ്പം ആ ഒരു മൊമെന്റില് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ശരിക്കും പീസ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തായാലും പെയിൻ ഉണ്ടാവും, പക്ഷെ അവര് കൂടെ ഉണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് മെന്റൽ സപ്പോർട്ടാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യൂല. അത് മാത്രമല്ല നമ്മുടെ ബേബി ഇറങ്ങി വരുന്ന ആ ഒരു മൊമെന്റിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ തൊട്ടടുത്തുള്ളത് അത് ലൈഫിൽ നമുക്ക് മറക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരിക്കും അല്ലേ. പക്ഷെ അതെല്ലായിടത്തും അലൗഡ് അല്ല. ഓക്കെ, എനിവേ എന്നെ ലേബർ റൂമിന്റെ അകത്തോട്ട് കയറ്റിയിട്ട് അവര് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് പെയിൻ എങ്ങനെയാണ്, കൂടുന്നുണ്ടോ, കറക്റ്റ് ആ ഒരു കോൺട്രാക്ഷൻസ് കൂടുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 6ാം മാസം തൊട്ടേ കോൺട്രാക്ഷൻ തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ ഡെലിവറി ടൈമിലുള്ള എന്റെ കോൺട്രാക്ഷൻ അതുക്കും മേലെയായിരുന്നു. വളരെ പെട്ടെന്ന് റാൻഡം ആയിട്ട് ഇങ്ങനെ കോൺട്രാക്ഷൻസ് കൂടി നല്ല ഹെവി അതിന്റെ ഒരു ഹൈറ്റ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ പെയിൻ എടുക്കുമ്പോ ഞാൻ ഇടന്ന് വിളിക്കുന്നുണ്ടെന്ന്, അയ്യോ എനിക്ക് അയ്യോ എന്റെ ഇച്ഛനെ കാണണം. അപ്പൊ ചെന്നപ്പോഴേ ആദ്യമേ അവര് നമുക്ക് എനിമ വെച്ചപ്പോഴേ ഞാൻ മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാമല്ലോ, അല്ലെങ്കിൽ അറിഞ്ഞൂടാത്തവർക്കാണെങ്കിൽ നമുക്ക് എനിമ വെച്ചതിന് ശേഷം എന്തായാലും നമുക്ക് ലേബർ പെയിൻ കൂടും. നമുക്ക് കൂടും. അപ്പൊ എനിക്ക് മരുന്ന് വെച്ച് ലേബർ പെയിൻ വരുത്തേണ്ട ആവശ്യം വന്നില്ല. അതുപോലെ എനിക്ക് വെള്ളം പൊട്ടിച്ച് കളയേണ്ട ആവശ്യവും വന്നില്ല. അത് രണ്ടും എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം നമുക്ക് വെള്ളം പൊട്ടിച്ച് കളയുക അല്ലെങ്കിൽ മരുന്ന് വെച്ച് ഡെലിവറി പെയിൻ കൂട്ടുക, ഈ മരുന്ന് വെച്ച് ഡെലിവറി പെയിൻ കൂട്ടുന്നത് അത് കുറച്ചും കൂടി പെയിൻഫുൾ ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. എനിവേ അതെല്ലാം നോർമലി എനിക്ക് സ്വാഭാവികമായിട്ടൊരു ഗർഭിണിക്ക് വരുന്ന എങ്ങനെയാണോ ആ രീതിക്ക് വന്നു. അപ്പൊ ഇച്ച ഓൾറെഡി മുൻപിനാലെ പറയുന്നുണ്ടായിരുന്നു, അപ്പൊ നിനക്കൊരു സ്വാഭാവികമായിട്ട് നോർമൽ ഒരു ഗർഭിണിക്ക് വരുന്ന സിംറ്റംസ് കറക്റ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ആയിരിക്കും നീ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. നീ വിഷമിക്കേണ്ട, പേടിക്കേണ്ട, സ്ട്രെസ്ഡ് ആവണ്ട. അപ്പൊ നമ്മുടെ പാർട്ട്ണർ നമ്മളടുത്ത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആണെന്ന് നമുക്ക് മെന്റലി നമുക്ക് തോന്നും. അപ്പൊ എനിക്ക് ലേബർ പെയിൻ കൂടി വന്നു. അതിനുശേഷം അവർ കോൺട്രാക്ഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കി അപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് അവർക്ക് കോൺട്രാക്ഷൻസ് കൂടുന്നുണ്ട് എന്നിങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു ആര്യ മാഡം. അപ്പൊ മാഡം ആണ് അന്നേരം എന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ, എന്റെ പെയിൻ വരുന്നത്, കോൺട്രാക്ഷൻസ് വരുന്നതൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ മാഡം എനിക്ക് PV ചെയ്തു. ചെന്നപ്പോഴത്തേക്ക് PV ഒക്കെ ചെയ്തു. അപ്പൊ അറിയാലോ നമുക്ക് അത്രയും കോൺട്രാക്ഷൻ കൂടിയിരിക്കുന്ന ടൈമിൽ PVയും കൂടെ ചെയ്യുമ്പോ നമുക്ക് ശിവനെ എന്ന് വിളിച്ചു പോകും നമ്മള്. കാരണം നമുക്ക് അമ്മാതിരി പെയിൻ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു മതി അയ്യോ മതി ഇനി കുത്തല്ലേ ഞാൻ അതേ പറഞ്ഞോളൂ, ഇനി കുത്തല്ലേ എന്ന് പറഞ്ഞു നമുക്ക്
കുത്തുന്നതിന് കുത്തല്ലേന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് അതിന് തൊട്ടു മുന്നേ അവരെനിക്ക് അവിടെ നമ്മുടെ വജേന ഏരിയക്ക് അവിടെ ആന്റിമാരുണ്ടല്ലോ, അപ്പൊ അതിന്റെ അവിടെയുള്ള സിസ്റ്റേഴ്സും പിന്നെ അവിടെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ആന്റിമാര്, അപ്പൊ അതിൽ ഒരു ആന്റി എനിക്ക് വജേന ഏരിയ ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. പിന്നെ അവർ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. കാര്യം നമുക്ക് പെയിനൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തടവി തരും, ഭയങ്കര സ്നേഹമായിട്ട് നമ്മളടുത്ത് സംസാരിക്കും. നമ്മളും അതനുസരിച്ച് അവരുടെ അടുത്ത് സംസാരിക്കണം, നിൽക്കണം. പക്ഷെ എനിവേ എന്തായാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് ഡെലിവറി ടൈമിൽ നമുക്ക് പുഷ് ചെയ്യുമ്പോൾ അവരാണ് നമുക്ക് ഇങ്ങനെ തള്ളിയൊക്കെ തരും, ബേബി വരാൻ നേരത്തെ ഇങ്ങനെ തള്ളിയൊക്കെ തരും. അപ്പോൾ അവര് ഭയങ്കര കെയറിങ് ഒക്കെ. ഇതിന്റെ ഇടയ്ക്ക് വാവ എന്ന് എണീച്ചപ്പോ ഞാനൊന്ന് ചെന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഒന്ന് മമ്മ ഒക്കെ കൊടുത്തിട്ടാണ് വന്നത്. അവിടെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടറാണ്. അപ്പൊ നൈറ്റില് ഡോക്ടറിന് എന്തോ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. ഡോക്ടറിന് ഡെലിവറി അന്നേരം എടുക്കാനായിട്ട് പറ്റിയില്ല. ദെൻ അവിടെ ഒരു ലേഡി ഡോക്ടർ ഉണ്ട്. പുള്ളിക്കാരത്തിയുടെ വീട് നിയർ ബൈ ആണ്. അപ്പൊ പുള്ളിക്കാരത്തി വരാനായിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ദിര മാഡം. ഇനി മെയിൻ സ്റ്റോറിയിലോട്ട് പോവാം. അപ്പൊ എനിക്ക് കോൺട്രാക്ഷൻസ് ഇങ്ങനെ വരുമ്പോ എന്റെ ചുറ്റിലും ഇവര് കുറെ ഈ കാർത്തികയ്ക്കൊക്കെ ദീപം കൊളുത്തി വെച്ചിരിക്കുന്നതാണൊക്കെയായിരുന്നു ഓരോ നഴ്സുമാരും സിസ്റ്റർമാരും ഇങ്ങനെ നിൽക്കുന്നുള്ള. എനിക്കെല്ലാം ഇല്ലൂമിനാറ്റി മാതിരിയായിരുന്നു ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരുന്നത്. അപ്പോ എനിക്കിങ്ങനെ പെയിൻ വരുമ്പോഴത്തേക്ക് ഞാൻ എന്റെ പൂച്ച അള്ളാൻ പിടിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. അപ്പൊ ഈ പിടുത്തേലൊക്കെ എവിടേക്കാണ് പിടി കൊള്ളുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പക്ഷെ എനിക്ക് മനസ്സിലായി അവരുടെയൊക്കെ വാക്കല്ലാത്ത ഏതൊക്കെയോ ഭാഗങ്ങളിൽ പിടികൾ കിട്ടി എന്നുള്ള മനസ്സിലായി. പക്ഷെ എന്തോ പറയാൻ, നമുക്ക് അന്നേരത്തെ പെയിനിൽ നമ്മളത് ചിന്തിക്കില്ലല്ലോ. അപ്പൊ എന്റെ അടുത്തുനിന്ന് അവരിങ്ങനെ ഇല്ല കടലില് തിരയടിച്ച് വരുന്നതാണെങ്കിൽ ഇങ്ങനെ പിറക്കോട്ട് പോവും, ഫ്രണ്ടിലോട്ട് വരും, പിറക്കോട്ട് പോവും, ഫ്രണ്ടിലോട്ട് വരും. കാര്യം എന്റെ പിടികൾ പേടിച്ചിട്ട് അവര് പിറക്കോട്ട് വലിയും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിയടി, കെട്ടിപ്പിടിയടി, അയ്യോ കെട്ടിപ്പിടിക്കണേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു സിസ്റ്റർ നഴ്സിംഗ് സ്റ്റേഷനിൽ എയറിൽ പറന്നു എന്ന്. അപ്പൊ സിസ്റ്റർ അവിടെ എന്നിട്ട് സിസ്റ്ററും ഞാനും ഭയങ്കര കമ്പനിയാണ്. സിസ്റ്ററും ഞാൻ മാത്രമല്ല അവിടെ മോസ്റ്റ് ഓഫ് എല്ലാ സിസ്റ്ററും പിന്നെ ഡോക്ടർ, ഡ്യൂട്ടി ഡോക്ടേഴ്സ്, ദെൻ ലേബർ റൂമിലുള്ള ആന്റിമാര്, അവരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ്. ഈവൻ ക്യാൻറ്റീനിലെ അമ്മച്ചിമാരുമായിട്ട് അതെ ഞാൻ വലിയ കമ്പനിയാണ്. അവർക്ക് അതിൻ്റെതായ കാര്യമുണ്ട് തിരിച്ചെൻ്റെ അടുത്ത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എയറിൽ പറഞ്ഞു വന്ന് സിസ്റ്റർ പുള്ളിക്കാരത്തെ അവിടെ നിന്നിട്ട് രാജഹംസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ഇല്ല ഏതാ ഒരു സിനിമയുടെ റീൽസില് പെണ്ണെ നീ നിർത്തിക്കോ എന്ന് പറയുന്ന സിസ്റ്ററെ നിങ്ങൾ നിർത്തിക്കോ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് അവരുടെ ഇടയിൽ പാടണ്ടേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ക്രിസ്മസിന്റെ കരോളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അതിന്റെ ഇടയ്ക്കുള്ള സംസാരങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഞാനും അവിടെയുള്ള സിസ്റ്റേഴ്സും ഒക്കെ ലേബർ റൂമിന്റെ അവിടെ വെച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു എന്റെ ഡെലിവറി ടൈമിൽ എനിക്ക് നല്ല പാട്ടൊക്കെ വെച്ച് തരണം, എനിക്ക് പാട്ട് കേൾക്കണം, എനിക്ക് പാടണം, പിന്നെ എനിക്ക് പാട്ട് കേട്ട് പ്രസവിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവര് ചോദിച്ചില്ല എനിക്ക് പാട്ടുമല്ല വേണം വെച്ചെന്നെ. ഞാൻ പറഞ്ഞു അയ്യോ എല്ലാവരും വായടയ്ക്കാൻ പറയുമ്പോ ഉണ്ടായിരിക്കാൻ പറ. പക്ഷെ ചിലർക്ക് കേൾക്കുമ്പോ തോന്നും ഓ ഇവര് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ആ ടൈമിൽ വരുന്ന ആ ഒരു പെയിനിൽ നമുക്ക് ഒന്നിനും പറ്റൂലല്ലോ. ദെൻ എനിക്കിങ്ങനെ കോൺട്രാക്ഷൻസ് ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആ ഒരു ബെഡിൽ നിന്ന് എണീച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വീഴാനായിട്ട് പോകുന്നു, ഇങ്ങോട്ട് വീഴാനായിട്ട് പോകുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാന് എന്റെ എക്സ്ട്രീം ലെവലിലോട്ട് പോയി, പെയിൻ ഇങ്ങനെ പോയി. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് ഡോക്ടറെ എനിക്ക് സിസേറിയൻ മതി, എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട, എനിക്ക് സിസേറിയൻ മതി എന്ന് പറഞ്ഞ് അവിടെ വിളിച്ചു. അപ്പോ സിസേറിയൻ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു രേവതി നീ സഹകരിക്കണം, നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നോർമൽ ഡെലിവറി സക്സസ്ഫുൾ ആവത്തുള്ളൂ. കാര്യം അറിയാലോ നമുക്ക് നോർമൽ ഡെലിവറി ആവുമ്പോ അവര് നമുക്ക് എന്താ കറക്റ്റ് നമ്മൾ കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സ് അതിൻ്റെതായ രീതിക്ക് നടക്കത്തുള്ളൂ. അതിനുശേഷമാണെങ്കിലും ശരി സ്റ്റിച്ച് ഇടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവരോട് കോപ്പറേറ്റ് ചെയ്യണം. സോ അവർ പറഞ്ഞു രേവതി നീ കോപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മാഡം ചെന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിഖിലെ അവള് കോപ്പറേറ്റ് ചെയ്യുന്നതേ ഇല്ല, അവൾ അവിടെ കോളിളക്കം സൃഷ്ടിക്കാണ്, ഭയങ്കര ബഹളം, അവൾ ഒട്ടും കോപ്പറേറ്റീവ് അല്ല എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് ചേട്ടൻ ഒറ്റ വാക്കില് അത് വൺ കോപ്പറേറ്റീവ് ആക്കി ചേട്ടൻ പറഞ്ഞ് ഒരമ്മയെ പോലെ നിന്ന് കണ്ടാ മതി.
അത് കേട്ടപ്പോഴേ അവരുടെ മനസ്സിൽ ഓ ശരി നിഖില് അങ്ങനെ വന്ന്. പിന്നെ അമ്മയെ പോലെ ആയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മുന്നും പിന്നെ നോക്കുക. പെണ്ണെ എവിടെ കിടാ നമ്മളെ അമ്മാരതല്ലേ പറയത്തുള്ളൂ. പെണ്ണെ എവിടെ കിടാന്നൊക്കെ നമ്മളെ അമ്മമാര് പറയും. അതുപോലെ എന്റെ അടുത്ത് തന്നെ അവിടെ കിടന്നാണ് കൊച്ചെ നീ എന്റെ നടി അടിക്കാൻ നീ ഇവിടെ കിടന്നാണ്. ഞാൻ പറഞ്ഞു ഡോക്ടറെ നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്ന. അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു ഇതിങ്ങനെയൊന്നും അല്ല, ഇത് ഏതോ ഒരു സിനിമ പറയുന്നേ എന്റെ പ്രസവം എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന എനിക്ക്. ഡോക്ടറെ ഇത് ഇങ്ങനെയൊന്നും അല്ല ഡോക്ടറെ, അവിടെ കുത്തല്ലേ ഇവിടെ കുത്തല്ലേ അയ്യോ എന്ന് പറഞ്ഞാണെന്ന് വിളിയും ബഹളമൊക്കെ ആയിരുന്നു. വെളിയിന്ന് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വെളിയിൽ നിന്നിട്ട് ചേട്ടൻ മാത്രല്ല അവിടെ തൂക്കുന്ന ചേച്ചിമാര് അവിടെ വെള്ളം എടുക്കും. ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. തൊട്ടപ്പുറത്തെ റൂമിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ പിന്നെയാണ് വന്നത്. അല്ലാതെ ഒരു അവിടെ ക്ലീൻ ചെയ്യുന്ന 2 ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു മുകളിൽ. അവര് എന്നെ വീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചേട്ടനവിടെ എന്താ ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ അവിടെ ഇരിക്കുമ്പോഴൊക്കെ അകത്ത് പോവാൻ വിളി, അകത്തുനിന്നുള്ള വിളി ഇങ്ങ് സൗണ്ട് പ്രൂഫ് കണക്കുള്ള റൂമാണ്. എന്നിട്ട് പോലും അതും ഭേദിച്ച് ആ സൗണ്ട് ഇങ്ങ് വെളി വരുന്നുണ്ട്. പാട്ടേരിയുണ്ട്. ഓക്കെ, അപ്പൊ അവരെന്റെ അടുത്ത് പറയുന്നുണ്ടെന്ന് നീ പാട്ടേരിയല്ലേ, നീ ഇങ്ങനെ നടന്ന് തൊണ്ടവലിച്ചിരിഞ്ഞു. പിന്നെ അയ്യോ എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് പെയിൻ ഇങ്ങനെ കൂടിയപ്പോ ഞാൻ പറഞ്ഞല്ലോ സിസേറിയൻ മതിന്ന്. പിന്നെ മെയിൻ ഡോക്ടർ അതെ രാധാകൃഷ്ണൻ ഡോക്ടർ വന്നു. അപ്പൊ ഡോക്ടർ വന്നിട്ട് ഉള്ളു പരിശോധന നടത്തി. അപ്പൊ ഡോക്ടറിന്റെ PV എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമലി ഇറ്റ് ഈസ് ജോർജിയസ്, ഇറ്റ് ഈസ് സംതിങ് എൽസ്. അപ്പൊ ഡോക്ടറിന്റെ PV ചെയ്യുന്നത് നമുക്ക് എന്റെ അടുത്ത് അത് എന്താ പറയാ, നമ്മള് അന്നേരം നമ്മള് ചില നേരങ്ങളിൽ ഒന്നും ചെയ്യാതെയും ഇരിക്കുമെന്നുള്ള നമ്മുടെ ഏതിന്റെ പരസ്യം 5 സ്റ്റാറിന്റെയോ 5 സ്റ്റാറിന്റെ പരസ്യം കണക്കായിരുന്ന അന്നേരത്തെ അവസ്ഥ. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ശ്വാസമുള്ളിലോട്ട് ഇങ്ങനെ വലിച്ചങ്ങ് എടുക്കുമായിരുന്നു. കാര്യം നമുക്ക് അന്നേരം ഭയങ്കര ഒരു വല്ലാത്തൊരു സർക്കംസ്റ്റാൻസിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഡ്യൂട്ടി ഡോക്ടർ ചോദിച്ചു മോളെ ഡോക്ടറിന്റെ PV എങ്ങനെയുണ്ടായിരുന്നു. ഞാൻ സിമ്പിൾ ആയിട്ട് ഉത്തരം പറഞ്ഞു ഡോക്ടറിന്റെ PV പറ്റി വേറെ ഒന്നും പറയില്ല, നേരെ എന്റെ ഉച്ചയിലാണ് അടിച്ചതെന്ന് പറഞ്ഞ്. അപ്പോ പക്ഷെ ഹീസ് സച്ച് എ ബ്രേവ് ഡോക്ടർ. പുള്ളി മാത്രല്ല അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടർ ആണെങ്കിലും ശരി എല്ലാവരും നല്ല ബ്രേവാണ്. അവര് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന രീതി അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് മറ്റ് ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസേ അല്ല ഇവിടെ കിട്ടിയത്. എനിവേ ഡോക്ടർ എനിക്ക് PV ചെയ്തിട്ട് ഡോക്ടർ പോയി. അപ്പൊ നമുക്ക് വെള്ളം പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാലും മേ ബി കുറച്ച് വെള്ളം അവിടെ ഇരിപ്പുണ്ടാവുമല്ലോ ഇല്ലേ. അപ്പൊ ഡോക്ടർ ഇങ്ങനെ നോക്കി അതിന് വെള്ളം ബാക്കി കളഞ്ഞാന്നോ എനിക്ക് തോന്നുന്നു. കാര്യം നോർമൽ ഒരു ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ ഉള്ളില് പരിശോധിച്ചിട്ട് പോയപ്പോ പിന്നീടും എനിക്ക് വെള്ളം പോകുന്നുണ്ടായിരുന്നു. മേ ബി അത് PV ചെയ്തതിന് ശേഷമായിട്ട് പോയതായിരിക്കാം. എനിവേ ദെൻ ഇന്ദിരാ മാഡം എത്തി. ഇന്ദിരാ മാഡം വന്നു. ഞാൻ ഇത്രയും സ്റ്റോറി പറയുന്നെങ്കിലും ഇതെല്ലാം വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് സെക്കൻഡിലൊക്കെ നടക്കുന്ന സംഭവമാണ്. അല്ലെങ്കിൽ 1 മണിക്കൂർ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന സംഭവം. 11:30ക്കാണ് ലേബർ റൂമിൽ കയറ്റിയത്. 11:30 to 12:30 വരെ ഈ പ്രോസസ്സുകൾ നടക്കുന്നു. 1 മണിക്കൂർ. 12:45 ഇന്ദിരാ മാഡം വന്നത്. ഇന്ദിരാ മാഡം വന്നു. പക്ഷെ ഇന്ദിരാ മാഡം വരുന്നതിന്റെ ആ ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെലിവറി കഴിഞ്ഞിട്ട് മമ്മം കൊടുക്കുക, ഇത്രേ ഉള്ളൂ.